ഹലോ, ഞാനാണ് ഹന. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലൈറ്റ് ഫിക്സ്ചർ ആയിട്ട് ഉണ്ടാക്കാൻ പോണത്. നമുക്ക് കോളേജിൽ എക്സ്പോ വരികയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ പിൻട്രസ്റ്റിൽ ഇങ്ങനെ ആന, മാങ്ങ, തേങ്ങ, ചക്ക എന്നൊക്കെ കുറേ നോക്കിയതാണ്. പക്ഷേ അവസാനം ഇങ്ങനത്തെ ഒരു ലൈറ്റ് ഫിക്സ്ചറിലേക്ക് തന്നെ വന്നു. ഇതെപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവാറ്. നമ്മളിങ്ങനെ മല പോലെ കുറേ കൂട്ടി വെച്ചിട്ട് അവസാനം എലി പോലെ എന്തെങ്കിലും എടുക്കാറാണ് പതിവ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് ചോറുണ്ടാക്കുകയാണ് ഗൈസ്. അമ്മക്ക് ഇതൊക്കെ കൂട്ടാനായിട്ട് പപ്പടവും മോരും ചെറുപയറും ഒരു മത്തി നല്ല കറുമുറ പൊരിച്ചതും മാന്തള് പൊരിച്ചത്. എന്നും സാമ്പാറും ചോറും കഴിക്കുന്ന കുട്ടികളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വന്നിട്ട്. അങ്ങനെ വേറൊരു കഞ്ഞിപ്പാത്രം എടുത്തിട്ടുണ്ട് ഗൈസ്. ഈ കഞ്ഞിപ്പാത്രത്തിൽ ഇങ്ങനെ നമ്മൾ കഞ്ഞി ഞാൻ വരുന്ന പിടിക്കാൻ ഇതിങ്ങനെ വച്ചാൽ ഇങ്ങനെ വച്ച് കൊടുക്കാം. ഇതിന് വേണ്ട ഷീറ്റ് തിരഞ്ഞ് എവിടെയും പോകേണ്ടി വന്നില്ല. ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും തേർഡ് സെമ്മിലൊക്കെ ഒരുപാട് റിജക്റ്റ് ആയതും റീഡറോ കിട്ടിയതുമായ കുറേ ഷീറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ച് പിഴിഞ്ഞെടുത്തു. നമുക്ക് ഈ കഞ്ഞിവെള്ളം അങ്ങ് മാറ്റി വെക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗ്ലൂവും കുറച്ച് കോൺഫ്ലവറും ആഡ് ചെയ്തിട്ട് ഒരു നല്ലൊരു ഡോ ഉണ്ടാക്കണം. ഇനി നമുക്കിതുപോലൊരു ബലൂണിൻ്റെ മേലെ ഇതൊക്കെ ഒട്ടിക്കണം. എന്നിട്ട് നമുക്കിതിനൊരു മുട്ടയാക്കി എടുക്കണം, ഒരു മുട്ടത്തലാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അതുമ്പോൾ തന്നെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുത്ത് എനിക്ക് പേടിയുണ്ട് ആ ഇത് ബലൂണ് പൊട്ടുമെന്ന്. കാരണം ഞാൻ കുറച്ച് കൂടുതലായിട്ട് വീർപ്പിച്ച് പോയി. പക്ഷേ അപ്പം അതുകൊണ്ട് പതുക്കെ സാവധാനം അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ചും കൂടി ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള വെച്ചിട്ട് ഞാനൊരു ചെറിയ ബലൂണിൻ്റെ മേലെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബലൂൺ നിന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് പോന്നിട്ടുണ്ട്. നമുക്കത് എടുത്തു വെക്കാം. ഇത് കുറച്ച് വലുതായതുകൊണ്ട് അമ്മന്ന് വിട്ട് പോന്നിട്ടൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഉള്ളിലത്തെ കാറ്റ് പതുക്കെ ഒഴിച്ചിട്ട് അതിനെ പുറത്തേക്ക് എടുക്കാം. ഞാൻ ഇതിൻ്റെ ഉള്ളിലൊരു കോട്ടിങ് കൂടി ഗ്ലൂ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും പൊട്ടിയാലോ പറയാൻ പറ്റില്ല. നാളെ പരിപാടി ഞാൻ ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് പിന്നെ പൊട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പോൾ പിന്നെ പെയിൻ്റ് അടിച്ചതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. ഞാൻ കാണിച്ചത് ഞാൻ പെയിൻ്റ് അടിച്ചിട്ട് ബാക്കി ഫുൾ എക്സ്പോക്ക് കുറേ ഇങ്ങനത്തെ പല പല ലൈറ്റുകൾ ഉണ്ടായിരുന്നു. കുപ്പിൻ്റെ ഉള്ളിലും പിസ്റ്റൻ്റെ ഇത് വെച്ചിട്ടും ജൂട്ട് ത്രെഡ് വെച്ചിട്ടും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഈ ബാമ്പു വെച്ചിട്ട് യാണ് വെച്ചിട്ട് അങ്ങനെ കുറേ ഉണ്ട്. ഇതാണ് നമ്മുടെ ലൈറ്റ് ഗൈസ്. ഞാൻ ലൈറ്റ് ഇട്ട് വെച്ചപ്പോൾ അവിടെ ഇഷ്ട റൂമായതുകൊണ്ട് ആ ലൈറ്റ് മാത്രമായിട്ട് കാണാൻ. ഡോണ്ട് വറി, ഞങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് കാണുന്നത്. പിന്നെ അവിടെ നമ്മളെ കുറേ കഷ്ടപ്പെട്ട് വരച്ചിരുന്ന ഷീറ്റുകളൊക്കെ നമ്മൾ പ്രദർശിപ്പിച്ചിരുന്നു. കഷ്ടപ്പാടെല്ലാവരും കാണട്ടെ. അപ്പോൾ that's it. Hope you all like this video. Like, share and subscribe. Bye.